അത് എന്തുകൊണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടാകാതിരുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഉള്ള മിക്ക കുട്ടികൾക്കും ഫുൾ A+ ആണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെയുണ്ട് റിസൾട്ട്? എങ്ങനെയുണ്ട്? ഫുൾ A+ ഉണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനിലാണ് കണ്ടിരുന്നത്. ടെൻഷനായി, നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. പക്ഷേ റിസൾട്ട് കണ്ടപ്പോൾ ഫുൾ A+ ഉണ്ടാവുകൊണ്ട് ഭയങ്കര സന്തോഷം. ഈ കഴിഞ്ഞ വർഷം ഫുൾ A+ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എന്താ പ്ലാൻ? എഞ്ചിനീയറിംഗിന് പോവാനാണ് പ്ലാൻ. ഓക്കെ, റിസൾട്ട് എങ്ങനെയുണ്ട്? ഫുൾ A+ ആണ്. ഏതായിരുന്നു? സയൻസ്, ബയോ സയൻസ്. എന്താ അടുത്ത പ്ലാൻ? എന്താ? നീറ്റ് നോക്കണം. നീറ്റ്. ഓക്കെ, അതുപോലെ തന്നെയാണ്. എന്താ റിസൾട്ട്? ഫുൾ A+ ആണ്. ഫുൾ A+. റിസൾട്ട് എങ്ങനെയുണ്ട്? 2 മാർക്ക് പോയി. ടോട്ടൽ 2 മാർക്ക്. അതായത് ഫുൾ മാർക്കിന് 2 മാർക്ക് കുറഞ്ഞതിന്റെ ചെറിയൊരു സങ്കടം അല്ലേ? സങ്കടമൊന്നുമില്ല, എക്സ്പെക്ട് ചെയ്തതിനും കൂടുതലായി കിട്ടിയെന്ന്. അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട് റിസൾട്ട്? കുഴപ്പമില്ല, A+ ഉണ്ട്. അതിലൊരു മിടുക്കി, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു മിടുക്കി ഉണ്ട്. ഫുൾ മാർക്കാണ് അല്ലേ? അതെ, ഫുൾ മാർക്കാണ്. പേരെന്താ? ഫാത്തിമ ഹിബ. ഹ്യൂമാനിറ്റീസ് ആയിരുന്നോ? ഹ്യൂമാനിറ്റീസ് ആണ് കോഴ്സ്. ഞാനും +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഹ്യൂമാനിറ്റീസിലൊക്കെ ഫുൾ മാർക്ക് എഴുതിയെടുക്കണമെങ്കിലുള്ള പണി എത്രയുണ്ടെന്ന് നന്നായിട്ട് അറിയാം. എങ്ങനെ സാധിച്ചു? എങ്ങനെ സാധിച്ചു വയ്ക്കാറില്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇംഗ്ലീഷിന് മാർക്ക് പോകുന്നു എന്തായാലും വിചാരിച്ചില്ല. 1 മാർക്ക് 2 മാർക്ക് എന്തായാലും പോകുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് ആയത് സ്ഥിതിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ നെക്സ്റ്റ് പ്ലാൻ? എന്താ നെക്സ്റ്റ് എനിക്ക് CUT എഴുതാനുണ്ട് വരുന്ന 15-ാം തീയതി. പിന്നെ BA പൊളിറ്റിക്സ് എടുക്കാനാണ് താല്പര്യം. അതിൽ കിട്ടുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും കോളേജിൽ നോക്കണം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അതെ. കൂടുതൽ ഇഷ്ടമുള്ള വിഷയം ഏതാ? പൊളിറ്റിക്സ് തന്നെയാണ് ഇഷ്ടം. പിന്നെ സെക്കൻഡറി പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയാണ് ഇഷ്ടം. നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കാൻ പറ്റിയിട്ടെന്ന് ആശംസിക്കുന്നു. തീർച്ചയായും പറ്റും ചെയ്യല്ലോ. എങ്ങനെയുണ്ട് റിസൾട്ട്? 1 മാർക്കാണ് പോയത്, ഫിസിക്സിലാണ് പോയത്. ടോട്ടൽ മാർക്ക് 1 മാർക്ക് കുറഞ്ഞു. നിരാശ ഒന്നുമില്ലല്ലോ? ഇല്ല, അതൊക്കെ നമ്മൾ എന്ത് നിരാശ നേരിടണല്ലോ. പ്രതീക്ഷിച്ചിരുന്നോ ഫുൾ മാർക്ക്? പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ആയിപ്പോയി. റിവാലുവേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? റിവാലുവേഷൻ കൊടുക്കണല്ലോ, എന്തായാലും നോക്കാം. കോഴ്സ് ഏതായിരുന്നു? കോഴ്സ് ഞാൻ ബയോസയൻസ് ആണ്. ബയോസയൻസ്. നെക്സ്റ്റ് പ്ലാൻ എന്താ? നെക്സ്റ്റ് പ്ലാൻ ഇൻഷാല്ലാ എനിക്കൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഞാൻ നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, മാർക്ക് ഉണ്ട്. പിന്നെ ബാക്കി നമുക്ക് റിസൾട്ട് വന്നില്ലല്ലോ, റാങ്കിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുമല്ലോ, കട്ട് ഓഫിനൊക്കെ അനുസരിച്ചിട്ട്. തീർച്ചയായും ആ തരത്തിലുള്ള പ്രതീക്ഷകളാണ്. കണ്ടില്ല, ഞാൻ ചോദിച്ചവരൊക്കെ ഫുൾ A+കാരും 1-2 മാർക്കിന് ഫുൾ മാർക്ക് നഷ്ടപ്പെട്ടവരോ അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. മിടുക്കികളുമായ കുട്ടികളാണുള്ളത്. നമുക്ക് സ്കൂളിലെ അധ്യാപകരുടെ പ്രതീക്ഷക്കൊത്ത് റിസൾട്ട് വന്നു. ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് റിസൾട്ട്? എങ്ങനെയുണ്ട്? പ്രതീക്ഷ പോലെ വന്നോ സ്കൂളിന്റെ റിസൾട്ട്? പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല റിസൾട്ട് ആയിട്ടാണ് തോന്നുന്നത്. കാരണം കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു പ്രയാസം തോന്നുന്നത് ഫുൾ മാർക്ക് പ്രതീക്ഷിച്ച കുട്ടികൾ അവർക്ക് എത്തിയില്ല. കാരണം ഫിസിക്സിൽ 1 മാർക്ക് നഷ്ടപ്പെട്ടു, 3 കുട്ടികളുടെ ഫുൾ മാർക്ക് നഷ്ടപ്പെട്ടു. അതേ സ്ഥാനത്ത് ഹ്യൂമാനിറ്റീസിൽ ഒരു കുട്ടി ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. 1200 സ്കോർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫുൾ A+ ഉള്ള ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 250 കൂടുതൽ ഫുൾ A+ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അറിയാൻ പോകുന്നേ ഉള്ളൂ. എന്ത് തന്നെയാലും വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ PTA-യുടെയും രക്ഷിതാക്കളുടെയും പ്രത്യേകിച്ച് കുട്ടികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയൊക്കെ ആ കൂട്ടായ പ്രവർത്തനത്തിന്റെ റിസൾട്ട് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. 476 സ്റ്റുഡൻസ് ഇവിടെ ടോട്ടൽ പരീക്ഷ ചെയ്തിട്ടുണ്ടല്ലേ? 476 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ടോട്ടൽ കുട്ടികൾ 8 ബാച്ചിലായിട്ട് 476 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ ടോട്ടൽ റിസൾട്ട് 99.6% ആണ് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ 3-4 കുട്ടികൾ മാത്രമാണ് ഫെയിൽ ചെയ്തതായിട്ട് റിസൾട്ട് കിട്ടിയത്. ഞങ്ങൾ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തരത്തിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ട് ഒരു രക്ഷിതാവ് കൂടി ചേരുന്നുണ്ട്. മകളോ? മകള്. എങ്ങനെയുണ്ട് റിസൾട്ട്? ഫുൾ A+ ആണ്. നേരത്തെ ചെറിയ ടെൻഷനൊക്കെ കണ്ടിരുന്നു, ചോദിച്ചിരുന്നു. ടെൻഷൻ ഫ്രീ ആയി. പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെ വന്നോ? പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെ. ഇതിലെല്ലാത്തിലും ഫുൾ മാർക്ക് ഉണ്ട്, മാത്സിൽ മാത്രമാണ് കുറച്ച് മാർക്ക് പോയത്. നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ റിസൾട്ട് തന്നെയാണ്. പിന്നെ ഇവിടെ ടീച്ചേഴ്സ് ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ടിട്ട് പിന്നെ ടെൻഷൻ ഇല്ല, ഇപ്പം ഫ്രീ ആയി, ഹാപ്പിയായി. ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? എന്താ നെക്സ്റ്റ്? മോള് എൻട്രൻസിന് ട്രൈ ചെയ്യണം എന്നാണ് പറയുന്നത്.